കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അനന്തപുരിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം കനകിരുന്നു കരയുമായിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, നീ എന്തിനായിരുന്നു കരയണേ? ഇനി ഇപ്പൊ കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? തിരുത്താൻ ശ്രമിക്കേണ്ട സമയത്ത് തിരുത്തണമായിരുന്നു. നവ്യെ കുട്ടിക്കാലം പോലെ നിനക്ക് അവളെ അറിയാവുന്നല്ലേ, അവളുടെ സ്വഭാവത്തെ പറ്റി അറിയാവുന്നല്ലേ. അന്നൊന്നും നീ തിരുത്താൻ ശ്രമിച്ചില്ല. അപ്പോഴെല്ലാം അവൾക്ക് നീ വളം വെച്ചു കൊടുത്തു. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കണേ. എന്നാലും ഗോവിന്ദേട്ടൻ ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണ. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ഇന്നലെ എനിക്ക് അവിടെ വെച്ച് അവളുടെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കാൻ തോന്നിയതാ. പിന്നെ ഞാൻ സ്വയം അങ്ങോട്ട് നിയന്ത്രിക്കുകയോ ചെയ്തേ. ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ നന്ദുവിന്റെ ശരിക്കുള്ള സ്വഭാവം അവള് അറിഞ്ഞേനോന്ന് പറയണം. ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നയനമോളെ കുറിച്ച് മാത്രമാണ് ടെൻഷൻ. പാവം എത്രമാത്രം അവിടെ വേദനിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങോട്ട് വരാനും പറ്റില്ല, അവിടെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയല്ലേ അവൾക്കെന്ന് പറയണം. കനക പറഞ്ഞു, എനിക്കും അത് തന്നെയാ. കുഴപ്പമില്ല, കെട്ടുതാലിയായിട്ട് ഇവിടെ വന്ന് നിന്നാലും കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് അവിടെ വന്നോ ഇനി ഒരു സമാധാനം കിട്ടത്തില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, അവള് വരുന്നില്ലെന്ന് പറഞ്ഞ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോവിന്ദേട്ടാന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ഗോവിന്ദനോട് കനക പറയണേ. വേണ്ട, ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അത് പ്രശ്നമാവും. ഒരു പക്ഷേങ്കില് അവൾക്ക് ഇനിയിപ്പം നമ്മൾ വിളിക്കുന്നത് ചിലപ്പം ഈ സമയത്ത് വിളിച്ചാൽ പോലും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ വീട്ടിൽ വിലക്കൊണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണേ. ശരിയാ, ഇനി അവൾക്ക് എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ അവൾ വിളിക്കട്ടെ എന്ന് ഗോവിന്ദൻ പറഞ്ഞിട്ട് കനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ഒരു പോവാണ്. ഇനി ഇവിടെ നിന്ന് സങ്കടപ്പെടണ്ട, വന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ പറയണം. പെട്ടെന്ന് കന പറഞ്ഞു, എനിക്ക് വേണ്ട ഗോവിന്ദേട്ടാന്ന് പറയണേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, വന്ന് കഴിക്കുക, കുറച്ചെങ്കിലും കഴിക്കുക. ഇനി ആഹാരം കഴിക്കാതിരുന്നോണ്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇല്ലാതാവൂല്ലല്ലോ. നടന്നത് നടന്നു, ഇനിയിപ്പൊ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് കനകയും കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ബാറിൽ അഭി ഇരിക്കുകയാണ്. അഭി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുക, നവ്യനെ കുറിച്ചും. അത് മാത്രമല്ല അമ്മ പറഞ്ഞ കാര്യങ്ങൾ, ജലജ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇത്രയും ദിവസം എന്നല്ല, ഇത്രയും നാൾ അവളുടെ കൂടെ നടന്നിട്ടും കിടന്നിട്ടും ഒന്നും നിനക്ക് മനസ്സിലായില്ലടാ അവള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ഒരു പാടും വെച്ച് കെട്ടി അവള് എല്ലാരും പറ്റിക്കുമായിരുന്നു. ഇതോർത്തപ്പോ അബിക്കങ്ങ് സഹിച്ചില്ല. അബി വീണ്ടും വീണ്ടും മാറിപ്പോയിരുന്നു മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അബിയുടെ സമനില തെറ്റി അബി ആടി അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേനും ഓപ്പോസിറ്റ് ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വരുവാണ്. രണ്ടുപേരും തമ്മിൽ കൂട്ടുമുട്ടി. പെട്ടെന്ന് അബിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അപ്പൊ നിനക്ക് എന്നെ മുഖത്ത് കണ്ണില്ലേടാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, അല്ല നിങ്ങളല്ലേ എന്നെ വന്ന് ആദ്യം ഇങ്ങോട്ട് ഇടിച്ചേ, എന്നിട്ട് എന്റെ മേക്കിട്ട് കയറാൻ പറ്റുന്നെന്ന് ചോദിക്കുവാണ്. അബിക്ക് ഇത് കേട്ടാൻ ദേഷ്യം വന്നു. അബി പറഞ്ഞു, നീ അത്രയ്ക്കായോ? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല. ഞാനേ അനന്തപുരിയിലെ മൂർത്തി സാറിന്റെ കൊച്ചുമാനാന്ന് പറയണം. ഇത് കേട്ടെന്ന് പറഞ്ഞു, അറിയാ സാറേ, അതൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ വെറും വേസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുവാണ്. നീ എന്താടാ പറഞ്ഞേന്ന് ചോദിക്കുകയാണ്. അറിയാം, നിങ്ങൾ മാത്രമല്ല നിങ്ങളെക്കുറിച്ച് മാത്രമല്ല വേറെ പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാന്ന് പറയണം. അല്ല നീ എന്താടാ ഉദ്ദേശിച്ചേ? എന്റെ പൊന്നു സാറേ, നിങ്ങളുടെ ഭാര്യനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണേ. എന്റെ ഭാര്യയെ കുറിച്ചോ? അതെ, നിങ്ങളുടെ ഭാര്യ ആ നവ്യ എന്ന് പറയുന്ന പെണ്ണല്ലേ, അവളെ കുറിച്ചും എനിക്കറിയാം. അത് മാത്രമല്ല പലതും കേട്ടിട്ടുണ്ട്. കാറൊക്കെ സെക്കൻഡ് വാങ്ങും, അതോടൊപ്പം തന്നെ ബൈക്ക് കാർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സെക്കൻഡ് വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കില് ഭാര്യനെ സെക്കൻഡ് വാങ്ങുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയണേ. എടാ നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ കോളറിന് കയറി പിടിക്കണം അവന്റെ. സാറേ സാറേ ഞാൻ പറഞ്ഞത്. അറിയത്തില്ലെങ്കിലേ സാറ് കാര്യം ചെയ്യ്, അവളോട് പോയി ചോദിച്ചു നോക്ക് ഈ നിർമ്മൽ ആരാന്ന്. എന്റെ പേര് നിർമ്മൽ എന്നാ. ഈ നിർമ്മലിനെ കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാം. അവളുടെ കോളേജിലെ കാമുകനായിരുന്നു ഞാൻ. അവൾക്ക് പണ്ടേ തൊട്ട് ഈ പണമുള്ള ആൾക്കാരൊക്കെ ഇച്ചിരി പ്രണയം കൂടുതലുണ്ട്. അങ്ങനെ പ്രണയം മൂത്ത് എന്ത് ചെയ്യുവാണ്, അവള് നിങ്ങളെ കണ്ടപ്പോ നിങ്ങളുടെ പുറകെ വന്ന എന്നെ അങ്ങ് പതുക്കെ അങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ട് പോയെന്ന് പറയാണ്. ഇത് കേട്ടതും അബിയിലൊരു ഞെട്ടണ്ടായി. നീ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിക്കും. സത്യമാ സാറേ, ഇനി ഇത് കൂടുതൽ തെളിവാണെങ്കിൽ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയണം. അബി ഒരു നിമിഷം ഒന്ന് നേരുന്നു. അബി പറഞ്ഞു, അതെ ഈ പറഞ്ഞ നീ കള്ളത്തരം വന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ ഈ ബാറിൽ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ്. നീ പറഞ്ഞതിൽ എന്തായാലും തെറ്റാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ലെന്ന് പറയണം. പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പോയി ഭാര്യയോട് ചോദിച്ചു നോക്കിയിട്ട് സാർ ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് അതിന് വീണ്ടും കണ്ടുമുട്ടാന്ന് പറഞ്ഞു. ശരി ഞാൻ പോയി ചോദിക്കട്ടെ, എന്നിട്ട് നമുക്ക് വീണ്ടും കാണാന്ന് പറഞ്ഞ് കൈ കൊടുത്തിട്ട് പോവാണ്. അങ്ങനെ അയാൾ പോയി കഴിയുമ്പോഴത്തേനും ഇതിന്റെ ഇടയ്ക്ക് ബാറിലെ പുള്ളിക്കാരൻ തടസ്സം പിടിക്കാനൊക്കെ വരുന്നുണ്ട്. അവരുടെ ഇടയ്ക്കിലേക്ക് ഇവിടെ വെച്ച് അടിയൊന്നും വേണ്ട സാർ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നവും. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് എന്ത് വെള്ളം കാണിച്ചോ, ഒരു ബാർ വെച്ച് തല്ലുണ്ടാകുന്ന സമയത്ത് അങ്ങനെയല്ലേ അവർ പെരുമാറുള്ളൂ. അങ്ങനെ അഭി പോയി കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല അവിടെ പോയി ഇരിക്കണം. അപ്പൊ നിർമ്മലിന്റെ അടുത്തേക്ക് വെയിറ്റർ വന്നിട്ട് ചോദിച്ചു, അല്ല സാറേ, സാറ് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തിനും സാറിന് കൈ തന്നിട്ട് പോയി നിൽക്കണം? അതോ, അതിനകത്തൊരു ടിസ്റ്റ് ഉണ്ട്. ഒരു പക്ഷെ അയാൾക്ക് അവളെ ഇഷ്ടമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അയാൾ എന്റെ ഫ്രണ്ട് ആകാനായിട്ട് ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി അയാൾ എന്റെ അടുത്ത് വരും, അപ്പോഴല്ലേ ഈ നിർമ്മലിന്റെ കളി തുടങ്ങണേന്ന് പറയാണ്.
പിന്നീട് കാണിക്കുന്ന നവ്യയാണെ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു. നവ്യക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ നേരെ നവ്യ എന്ത് ചെയ്യാ, നവ്യല്ല സോറി നയന, ഇടയ്ക്ക് പേര് മാറി പോകുന്ന കേട്ടോ, അതിങ്ങനെ പറഞ്ഞു വരുമ്പോഴേട്ടോ. പിന്നീട് കാണിക്കുന്ന നയന അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ വേലക്കാരി ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക മീനാക്ഷി ചേച്ചി. നയന പറഞ്ഞു ഞാനും കൂടെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് സഹായിക്കാൻ കൂടെ. എന്റെ മോളെ നീ എത്രമാത്രം വേദനിക്കുന്നുണ്ടല്ലേ, ചെയ്യാത്ത തെറ്റിനല്ലേ ഇങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കണേ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ സമയം അത്ര ശരിയല്ല എന്നാ തോന്നിയെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, എന്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ, അത് സാരമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനും ജലജ അങ്ങോട്ട് കടന്നു വരുന്നേ. ദേവേനും എന്ന് വെച്ചു നീ എന്താടി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ മീനാക്ഷിയോട്. ഇനിയിപ്പം ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമായിരിക്കും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ. ആൾക്കാരെ കയ്യിലെടുക്കാനൊക്കെ നിനക്ക് പണ്ടേ നല്ല മിടുക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലമ്മേ. അതൊക്കെ എന്തേലും ആട്ടെ, ഒരു കാര്യം ചെയ്തു, ഇനിയിപ്പം മീനാക്ഷി അങ്ങ് മാറി എന്നോളം പറയണം. അല്ല ഞാൻ കൂടുതലൊന്നും പറയണ്ട, മീനാക്ഷിക്ക് കൂടെ വെച്ച് വിളമ്പേണ്ട ആള് നയനയാണ്, നീ വേണം ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്, ഇത് നിനക്ക് തരുന്ന ശിക്ഷയാന്ന് പറയണം. ജലജ പറഞ്ഞു കേട്ടല്ലോ പറഞ്ഞ്, ഒന്നിനും ഒരു കുറവ് വരുത്തല്ലേ, എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തോണെന്ന് പറയാം. മീനാക്ഷി ഒന്നിനും കൈ കെടുത്താൻ പോയേക്കില്ല, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. മീനാക്ഷിക്ക് എന്തേലും പറയാൻ പറ്റുമോ? നയനൊന്നും മിണ്ടിയില്ല. അപ്പൊ നീ എന്നടി മിണ്ടായിരിക്കണം ജലജ ചോദിക്കുകയാണ്. ദേവേന് പറഞ്ഞു അവളെല്ലാം ചെയ്തോളും, നമുക്ക് പാന്നും പറഞ്ഞുകൊണ്ട് ദേവേനും കൂടെ പോയി കഴിയുമ്പോൾ ജലജ നയനെടുത്ത് എന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ പറഞ്ഞ ഏട്ടത്തി, ഇനി നീ ഇവിടുത്തെ അടിമയടി, അടിമ മാത്രം വേലക്കാരി, ഇവിടെ കിടന്ന് പണിത് മടുത്ത് അവസാനം നീ അനന്തപുരിയിൽ നിന്ന് ഓടും, കണ്ടോളാൻ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോവാണ്. ഇതൊക്കെ കേട്ടിട്ട് നയനയ്ക്ക് സങ്കടം വന്നെങ്കിലും നയനയ്ക്ക് അത്ര അവരോട് ദേഷ്യവും തോന്നിയില്ല. കാരണം താനൊരു തെറ്റ് ചെയ്തിട്ടാണല്ലോ അവരിങ്ങനെ പറയുന്നതെന്നൊരു ചിന്തയായിരുന്നു നയനയുടെ ഉള്ളിലുണ്ടാകുന്നത്. പിന്നീട് കാണിക്കുന്നത് ജാനകി സെറ്റായിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് കൊറിയറുകാരൻ വരുന്നത്. കൊറിയറുകാരൻ വന്നു കഴിഞ്ഞപ്പോൾ കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് ജാനകി അത് ഒപ്പിട്ട് വാങ്ങുവാണ്. അത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കവറിനകത്ത് കുറച്ച് ഫോട്ടോസായിരുന്നു. അപ്പം അത് ഡിന്നറിന്റെ സമയത്ത് എടുത്താണ്. എല്ലാവരും കൂടി നിൽക്കുന്ന ഫാമിലി ഫോട്ടോസും, ആദർശം നയനും ഒറ്റയ്ക്ക് നിൽക്കുന്നു, അബിയും നവ്യ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോസ് അല്ല. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് വന്ന് ഹാളിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആദർശം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദർശം പറഞ്ഞു അല്ല ജലമ, എനിക്കൊരു ചായ കൊണ്ട് തരാമോ, നല്ല തലവേദന ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് ഇപ്പൊ തരാൻ മോനെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറി പോവാണ് ജാനകി. ഈ സമയത്ത് ആദർശ ഇതെടുത്ത് നോക്കുവാണ്. നോക്കിക്കഴിയുമ്പോഴത്തേന് ആദ്യം ഫാമിലി ഫോട്ടോസ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നീട് ആദർശം നയനെ നിൽക്കുന്ന ഫോട്ടോസ് കണ്ടു. ഇത് കണ്ട് ആദർശം അങ്ങോട്ട് സഹിച്ചില്ല. ആദർശം എന്ത് ചെയ്യണം, ആ ഫോട്ടോ എല്ലാം കൂടെ നിലത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ചവിട്ടിയായിരിക്കുകയാണ്, അത് വലിച്ചു കീറും. എന്നിട്ടും ദേഷ്യം വന്നിട്ട് പിറുപിറുത്തോണ്ട് നിൽക്കുമ്പോഴാണ് ഇത് കണ്ടോണ്ട് ജാനകി നയനെ അങ്ങോട്ട് വന്ന്, അത് മുത്തശ്ശി അങ്ങോട്ട് വന്നു. ജാനി ചോദിച്ചത് എന്താണ് നീ കാണിച്ചേ, നീ എന്തിനാ ഫോട്ടോ വലിച്ചു കയറിയെന്നൊക്കെ ചോദിക്കണം. അതെ, ഇങ്ങനത്തെ ഫോട്ടോസ് ഒന്നും ഇവിടെ വേണ്ട, എന്റെ മനസ്സിൽ നിന്ന് അവളെ ഞാൻ കളഞ്ഞ, പിന്നെ എന്തിനാ ഈ ഫോട്ടോസ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കണം. ആ സമയം മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട് നീ എന്താ മോനെ കാണിച്ചേ, നീ എന്തിനാ നയനോട് ഇത്രമാത്രം ദേഷ്യപ്പെടുന്നേ, ഈ ഫോട്ടോസ് എങ്ങനെ വലിച്ചു കയറി കളയാൻ പാടുണ്ടോന്ന് ചോദിക്കണം. ഫോട്ടോസ് മനസ്സിലെ അവളില്ല, പിന്നെയാണ് ഈ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് കയറിപ്പോവാണ്. നയനയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പെട്ടെന്ന് ജാനകി വന്നിട്ട് മുത്തശ്ശി പറഞ്ഞു അവൻ എന്താ ഇങ്ങനെ, അവന് സത്യാവസ്ഥകളൊക്കെ അറിയാവുന്നല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ആ കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കണേന്ന് ചോദിക്കുകയാണ്. ജാനകി അങ്ങോട്ട് നയന അടുത്തേക്ക് വന്നപ്പോൾ നയന പറഞ്ഞു ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല ഏറമേ, ആദർശേട്ടൻ ദേഷ്യപ്പെട്ടാലും എനിക്ക് ആദർശേട്ടനോട് ടെൻഷനൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോസ് എടുത്തുകൊണ്ട് കരഞ്ഞോണ്ട് നയന മുറിയിലേക്ക് പോവാണ്. ജാനകി പറഞ്ഞു അവന് തലവേദനയെന്നും പറഞ്ഞ് ചായ കുടിക്കണമെന്ന് പറഞ്ഞ വന്നാ അവനിപ്പോ ചായയും വേണ്ട ഒന്നും വേണ്ട, ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. മുത്തശ്ശിയും വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് നയന മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തിന് ആദർശം അവിടെ ഇല്ലായിരുന്നു. അപ്പൊ നയന ഓർത്തിത് അങ്ങോട്ട് പോയി, ഇതുവരെയായിട്ടും വന്നിട്ടില്ല, ഇനിയിപ്പം തന്നോടുള്ള ദേഷ്യത്തിന് എങ്ങോട്ടെല്ലാം ഇറങ്ങിപ്പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. നയനയ്ക്കും പിന്നെ വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് കാണിക്കുന്ന മുത്തശ്ശി നേരെ മുത്തശ്ശിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശന്റെ അടുത്ത് ചെന്നപ്പോൾ മുത്തശ്ശൻ എന്ത് പറ്റി, മുഖം വല്ലാതിരിക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന അങ്ങോട്ട് കടന്നു വരുന്നേ. നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു അത് മോളെ എനിക്കുള്ള മെഡിസിൻ ഇങ്ങോട്ട് തന്നേക്കാൻ പറയാണ്. അങ്ങനെ നയന മെഡിസിൻ എടുത്ത് മുത്തശ്ശന് കൊടുക്കാൻ നേരത്ത് നയന നോക്കുമ്പോൾ ഒരു മെഡിസിന് തീർന്നിട്ടുണ്ട്. അയ്യോ മുത്തശ്ശൻ ഒരു മെഡിസിൻ തീർന്നു, ഒന്നൊരു കാര്യം ചെയ്യും മോൾ ആദർശനെ വിളിച്ചിട്ട് ആ മെഡിസിൻ വാങ്ങുന്ന കാര്യമൊന്നും പറ എന്ന് പറയണം. ഇത് കേട്ട നയന എന്ത് ചെയ്യുക, തന്റെ ഫോണിൽ നിന്ന് ആദർശനെ വിളിക്കുവാണ്. ആദർശനെ വിളിച്ചതും ആദർശ് എന്ത് ചെയ്യുവാണ്, കോഡ് കട്ട് ചെയ്യുക. കോൾ എടുത്തേ ഇല്ല. പെട്ടെന്ന് നയന പറഞ്ഞു ആദർശാണ് കോൾ എടുക്കുന്നില്ലോ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യ, നീ ഇനി എന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാം അവന്. അപ്പം നയന പറഞ്ഞു ചിലപ്പോൾ അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അവിടെ റേഞ്ച് ഇല്ലേ, അതും ഓഫീസില്. റേഞ്ചില്ലെന്ന് ആരോടാന്ന് പറയുന്നത്, അവിടെ ഫുൾ റേഞ്ച് ഉള്ളതാ. ഇനിയിപ്പോൾ അവൻ എടുക്കാത്തതാണെന്ന് അറിയത്തില്ല.
ഇനി നീ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുക, അവൻ സമയം കിട്ടുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു മെസ്സേജ് ഇടുക നയന. നയനയ്ക്ക് മനസ്സിലായി മനഃപൂർവ്വം തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം. പിന്നീട് നയന സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് അനി അങ്ങോട്ട് വരുന്നത്. അനി ഒന്ന് ചോദിച്ചു, ചേച്ചിക്ക് ഭയങ്കര വിഷമമായില്ലേന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും വിഷമമില്ല അനി. എനിക്കറിയാലോ ആദർശൻ എന്നെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു, ആ വിശ്വാസമല്ലേ ഞാൻ തകർത്തേന്ന് ചോദിക്കുകയാണ്. എല്ലാം ശരിയാകും, അതൊന്നും ഓർത്ത് എടുത്തി വിഷമിക്കണ്ട കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ആദർശന്റെ സ്വഭാവം അറിയാവുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അതിലൊന്നും എനിക്കൊരു സങ്കടമില്ലെന്ന് പറയണം. പെട്ടെന്ന് അനി പറഞ്ഞു, അല്ലെങ്കിലും എടുത്തിട്ട് മറ്റേ ആ നവ്യേച്ചി ചെയ്ത് ആ ക്രൂരതയ്ക്ക് എന്തിനാ ചേച്ചിനെ എല്ലാവരും കൂടെ ബലിയാടാക്കണേ, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടത്തെ പ്രവൃത്തിയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നയനേച്ചി ചെയ്ത പോലെയാണല്ലോ തോന്നിയെന്ന് പറയണേ. അത് കേട്ടപ്പോഴത്തേനും നയന അനിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ടെ അനി, എനിക്കതൊന്നും ഓർത്തിട്ട് ഒരു സങ്കടവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എനിക്കറിയാം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. നയനയ്ക്കൊരു ആശ്രയമാണല്ലോ അവിടെ അനിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.